ഒരു മത്തിയുടെ തുറന്ന കത്ത് എന്ന ചിത്രവുമായി സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റിലേക്കാണ് കൈരളി ന്യൂസ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു കാലത്ത് വളമാക്കിയിരുന്ന മത്തി ചാളയ്ക്കിന്ന് കിലോയ്ക്ക് 400 രൂപ വരെ വില ഉയർന്ന് നെയ്മീനിനൊപ്പം സ്ഥാനം നേടി ഉയർത്തെഴുന്നേറ്റതിൻ്റെ കഥയാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം. ഒരു മത്തിയുടെ തുറന്ന കത്ത് നമ്മുടെ തിരക്കഥാകൃത്ത് ജയേഷ് മൈനാഗപ്പള്ളി ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നോക്കാവസ്ഥയിലായിരുന്ന മത്തി എങ്ങനെ മുന്നോക്കാവസ്ഥയിലെത്തി, അതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. ജയേഷിനെ നമുക്ക് പരിചയപ്പെടാം. ഇനി കത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മത്തി. എൻ്റെ വില കിലോയ്ക്ക് 300 കടന്ന് പെരുന്നാളായപ്പോൾ അത് 400-ൽ എത്തി. ചുരുക്കി പറഞ്ഞാൽ പോത്തിറച്ചയ്ക്കൊപ്പം. നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും TV ചാനലുകളിലുമൊക്കെ എനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഞാൻ താരമായി, സ്റ്റാറായി, സൂപ്പർ സ്റ്റാറായി എന്നൊക്കെയാണ് വിമർശനങ്ങൾ. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. തീന്മേശയിലും ഹോട്ടലുകളിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക്. അതിനു മുമ്പ് എൻ്റെ പൂർവികരുടെ കാലത്ത് തൊടിയിലെ തെങ്ങിന് വളമായി മാറിയത് ഞങ്ങളിൽപ്പെട്ട എത്രയോ പേർ. ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. കഴിഞ്ഞ എത്രയോ കാലമായി ഞാൻ നിങ്ങളുടെ അടുക്കള പുറത്തുണ്ട്. അപ്പോഴും എനിക്കൊരു പ്രധാന സ്ഥാനം നിങ്ങൾ തന്നിരുന്നോ? തിരണ്ടിയും സ്രാവും കരിമീനുമൊക്കെ മിനുങ്ങുന്ന സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളുടെ അടുക്കളയിലിരുന്ന് വിലസിയപ്പോൾ എന്നെ നിങ്ങൾ കരിപിടിച്ച കറിച്ചട്ടിയിലിട്ട് മൂലയിൽ തള്ളി. വീട്ടിലെ പൂച്ചകൾക്ക് മാത്രമായിരുന്നു എന്നോടിത്തിരി സ്നേഹം. ഇന്നിപ്പോൾ ഒരു താരപദവി കിട്ടിയിരിക്കുന്നു. ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ അത് ആഘോഷിക്കുന്നു. സന്തോഷമുണ്ട്. എൻ്റെ ക്ഷമയുടെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണത്. ഈ താരപദവി എത്ര നാൾ ഉണ്ടാകും എന്നറിയില്ല. എന്നാലും സന്തോഷം. അന്നും ഇന്നും എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവരോടും നന്ദി. ജയേഷിൻ്റെ കത്തുകളിൽ പറയുന്ന വാചകങ്ങളാണിതൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു 5 ചാള ഇരിക്കുന്നുണ്ട്. അപ്പോൾ വില ചോദിച്ചപ്പോൾ 100 രൂപയാണ് 5 ചാളയ്ക്ക്. തൊട്ട് മുമ്പ് വരെ അവഗണിക്കപ്പെട്ട് കിടന്നവൻ്റെ പെട്ടെന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് കണ്ടപ്പോൾ അതിലുള്ളൊരു സന്തോഷം കൊണ്ടായി പോയതാണ്. ഒരു സംതൃപ്തി പോലെ നമ്മളൊരു അവഗണിക്കപ്പെട്ട് പല സ്ഥലങ്ങളിലും അനുഭവിച്ചിട്ടുള്ളതിൻ്റെ പെട്ടെന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ എന്നുള്ളത്. ചാള നെമ്മീൻ പോലെയായി. ശരിക്കും ചാള എന്നുള്ള പേരിൽ നിന്ന് തന്നെ അതിനൊരു മോചനം കിട്ടുന്ന അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. 4800 ചാളയായത്. വേറെന്തുവാ ചാള തട്ടിയിട്ടാക്കുന്നു. അതെടുത്ത് ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ട് പത്രത്തിൽ ഇടുന്നു. ചാള വെറുതെ കിടക്കുന്നെന്ന്. ഇവിടെ എത്ര വരുമെന്ന് പത്രത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ് ചാള ശാഖര എന്ന് പറഞ്ഞു 20 രൂപ വില വീഴുന്നു. ഒരു ചാളക്ക് 20 രൂപ. ട്രോളിംഗ് നിരോധന സമയമല്ലേ, അതുമല്ലാതെ ഇപ്പോൾ ഒരു 100 വള്ളക്കാർ പോയി കഴിഞ്ഞാൽ 10 വള്ളക്കാർക്ക് ചാള ഉള്ളൂ. ബാക്കി ഒരു വള്ളക്കാർക്ക് കറിക്ക് മീൻ ഇല്ലാതെ പിടിച്ച വള്ളക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ പൊതുവെ വില വർധന ഉണ്ട്. പക്ഷേ പല ലേലഹോളിലും പല വിൽപ്പനയാണ്. ഇവിടെ വാടി ലേലഹോളിൽ 150 രൂപയും പോർട്ടുവലത്ത് 200 രൂപയും. അപ്പോൾ ഒരു ഏകീകരണം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യവും ജില്ലാ ഭരണകൂടവുമായിട്ട് ചർച്ച ചെയ്തിട്ടും അതിനകത്തൊരു തീരുമാനം ഇതുവരെ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ചാള എല്ലാവരും കഴിക്കുന്നൊരു മീനാണ്. ചാള എല്ലാവരും സാധാരണക്കാരും വലിയവരും എല്ലാം മേടിക്കും. ചാള കടപ്പുറത്ത് കുറവാണ്, അതിനനുസരിച്ചൊരു വിലയുണ്ട്. ഇവിടെ വിൽപ്പന 400 രൂപ വരെ പോയിട്ടുണ്ട്, 400-420 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി ചാള ഉണ്ട്, ഇന്നൊരു ഇച്ചിരി വില കുറവുണ്ട്. ഒരു വള്ളക്കാർക്ക് 10 കൊട്ട കിട്ടുകയെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ആദ്യമേ പോയിട്ട് കിട്ടുന്നുണ്ട് വള്ളക്കാർക്ക്. നമുക്ക് ഈ വിലയ്ക്ക് ഏത് വിലയ്ക്ക് എടുത്തിട്ടാലും ആളുകൾ വാങ്ങുന്നുണ്ട്. 300 രൂപയായാലും 400 രൂപയായാലും വാങ്ങുന്നുണ്ട്. ചാള ഇപ്പോൾ രാജാവിന് ആദ്യം വില കുറവായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വിലയാണ് 280 മത്തിക്ക്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണ് മത്തിക്ക് കയറിക്കൊണ്ടിരിക്കുക, വില കുറയുന്നില്ല. കത്ത് തുടരുന്നു. അപ്പുറവും ഇപ്പുറവുമൊക്കെ മുന്തിയ പ്ലേറ്റുകളിൽ സവാള പുതച്ച് ജാടയിലിരുന്ന അയലവരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അന്യഭാഷാ നടന്മാരെ പോലെ ഒമാനിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ വന്നെങ്കിലും അവരെയും ആരും വില വെച്ചില്ല. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ സന്തോഷത്തിലാണ്. പണ്ടൊക്കെ എന്നെ പൊതിഞ്ഞു പിടിച്ച് രഹസ്യമായി കൊണ്ടുപോയിരുന്നവർ എന്നെ ഇപ്പോൾ കാണും വിധം കൊണ്ടുപോകുന്നു. ചാളമത്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ ആരും കേൾക്കാതെ പോകരുത്. BPL പട്ടികയിലായിരുന്നു മുമ്പ് ചാള. ഇപ്പോൾ APL ആയി. സാമ്പത്തികമായി വളരെയേറെ മുന്നേറി ധനികനായിരിക്കുകയാണ് നമ്മുടെ ചാള. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.